ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ഹെൽത്തി ചിക്കനാണ്. ഞാൻ ജ്യോതി. വെൽക്കം ബാക്ക് ടു ഫുഡ് വില്ലേജ്. ഈസി ഹെൽത്തി ചിക്കൻ, അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ചിക്കൻ്റെ ചെറിയ 4 പീസുകളുണ്ട്. അതുപോലെ തന്നെ 3 ചെറിയ പൊട്ടറ്റോ കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ആവശ്യമായത് നമുക്ക് ശരിക്കും ഒലീവ് ഓയിലാണ് ആവശ്യം. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഗാർലിക് പൗഡർ ശരിക്കും കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഗാർലിക് ചതച്ചതാണ്. പിന്നെ നമുക്ക് നാരങ്ങ നീരാണ് വേണ്ടത്, അത്. പിന്നെ കുരുമുളക് പൊടിച്ചത്, ഉപ്പ്, അതുപോലെ തന്നെ ഒറിഗാനോ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മല്ലിയിലയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആദ്യം ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് ഓയിൽ, ഓക്കെ, ഒരു എത്രയും മതി. അതിലേക്ക് നമ്മൾ നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്യുകയാണ്. വെളുത്തുള്ളി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒറിഗാനോ ഒക്കെ നമുക്ക് ആവശ്യത്തിന് മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് ഉപ്പാണ്, ഒരു 1.5 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്യാം. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു 1.25 ടീസ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഞാനിത് കുക്ക് ചെയ്യുന്ന ഇലക്ട്രിക് കുക്കറിലാണ്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനകത്ത് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ പീസുകളെല്ലാം ഇതിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ കിഴങ്ങും ആ കൂട്ടത്തിൽ തന്നെ ഇടുവാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലും അതെല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് ഇലക്ട്രിക് കുക്കറിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, ചിക്കൻ എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ചിക്കൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ്സ് ആകുന്നു. അങ്ങനെ നമ്മുടെ ഈസി ഹെൽത്തി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളയ്ക്ക് മാറ്റാം. ചിക്കനൊക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.